നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൻ എന്ത് സംഭവിക്കുമായിരുന്നു? ദയവായിട്ട് തന്നെയാ ഭാവന സൂര്യ അവിടെ എത്തിച്ചത്. ഭരത് സൂര്യയോട് ചെയ്തതിന് ഇതിനും വലിയൊരു മറുപടി ഭരത്തിന് കിട്ടാനില്ല. മായച്ചി, ചേച്ചി അവിടെ ഉള്ളതാ എനിക്കൊരു സമാധാനം. സൂക്ഷിക്കണം. ഭരത്തിനെ തേടി ആ മൈക്കിളും കൂട്ടരും അവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടോട്ട് വരുമോ ഭാവന? പറയാൻ പറ്റില്ല മായച്ചി. ഇനി നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അവനെ അയാൾ ബുദ്ധിപൂർവ്വം കുടുക്കിയതാ. അഥവാ അയാൾ എങ്ങാനും ഇനി വന്നാ അപ്പൊ തന്നെ സേതുവിനോട് പറയണം എസ്.ഐ. അജിത് സാറിനെ വിളിക്കാൻ. ആ, ഞാൻ പറയാം. അജിത് സാർ എന്നെ വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഭരത്തിനെ തിരിച്ചു കിട്ടിയ വിവരം ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞോളാം. ശരി ഭാവന, ഞാൻ ഇപ്പൊ തന്നെ സേതുവിനോട് പറയാം. ആ, പിന്നെ അമ്മയോട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞാൽ മതി. എന്നാ ഞാൻ വെക്കട്ടെ? ശരി ഭാവന. ഞാൻ മായച്ചോട് സംസാരിക്കായിരുന്നു സൂര്യ. കുറച്ചൊക്കെ ഞാൻ കേട്ടു. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂര്യ? താനായതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഭരത്തിനെ എപ്പോഴേ പുറന്തള്ളിയനെ. അവനെ ഇതുവരെ എത്തിച്ച എനിക്കല്ലേ അറിയൂ സൂര്യ ആ ബുദ്ധിമുട്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ കേൾക്കൂ? പറയൂ. കഴിയുന്നതും ഭരത്തും അരുന്ധതിയും അവിടെ താമസിക്കരുത്. മറ്റൊരു വീടെടുത്ത് മാറണം. ഒരു ജോലി പോലും ശരിയാവാതെ അതൊന്നും ശരിയാവില്ല സൂര്യ. ഞാനീ പറയുന്നത് അവരുടെ രണ്ടുപേരുടെ നല്ല ഭാവിക്കാണ് ഭാവന. രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ജീവിതം എന്താണെന്ന് അവർ മനസ്സിലാക്കും. നന്നായിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് അരുന്ധതിയെ വിളിച്ച് സംസാരിക്കുക. എന്റെ ഭാവന ഇടപെട്ടാലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മായേ. അല്ലാതെ ആര് വിചാരിച്ചാലും ഇത് ഒരിടത്തും എത്തത്തില്ലായിരുന്നു. അതെ അമ്മേ, മാമനും ഭരതനെയും കൂട്ടി അരുന്ധതിയെ വീട്ടിലേക്ക് പോയതല്ലേ? ആ, എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ. അന്നേരം അത്രയെങ്കിലും ചെയ്യാൻ തോന്നിയില്ലേ മായേ? മുമ്പായിരുന്നെങ്കിലോ ഏട്ടന്റെ കണ്ടതായിട്ട് പോലും ഭാവിക്കത്തില്ലായിരുന്നു. രണ്ടാളുടെയും പിണക്കം മാറിയത് തന്നെ വലിയ കാര്യം. സത്യം. ഇനിയിപ്പോ ഭാമയുടെ കാര്യത്തിലായി ഇനിയുള്ള ടെൻഷൻ. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അവൾ അവിടെ ഒറ്റപ്പെട്ടില്ലേ? അതിനിപ്പോ അമ്മായും മരുമകളും ഒറ്റ കെട്ടല്ലേ അമ്മേ, നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? അംബാലികയെ വിശ്വസിക്കാൻ പറ്റത്തില്ല മായേ. അവര് ഉള്ളിൽ മറ്റെന്തോ വെച്ചിട്ടായിരിക്കണം ഭാമയെ ഒപ്പം നിർത്തുന്നത്. പക്ഷെ ഇവള് പൊട്ടി, എന്റെ മോള്. ഇവക്കതൊന്നും മനസ്സിലായിട്ടില്ല. ഭാമ ഇത്ര പെട്ടെന്ന് മാറുന്നു ഞാനും വിചാരിച്ചില്ല അമ്മേ. ആ, ഭരത് സ്വയം മനസ്സിലാക്കിയതുപോലെ ഇവളും മനസ്സിലാക്കിക്കോളും. ദേണ്ടിരിക്കുന്നു. അമ്മേ, ഭാവനയാ. അമ്മയെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ മക്കളെ. ആ അമ്മേ. എന്താ മോളെ, നിനക്ക് വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല അമ്മേ. അമ്മേ, ഞാനിപ്പോ വിളിച്ചത് ഭരത്തിന്റെ അരുന്ധതിയുടെയും കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്താ മോളെ? സൂര്യ എന്നോടൊരു അഭിപ്രായം പറഞ്ഞു. ഭരത്തും അരുന്ധതിയും മാറി താമസിക്കുന്നതിനെ പറ്റി. അമ്മ എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ മോളെ? ഇതൊക്കെ അവര് വേണ്ടേ തീരുമാനിക്കാൻ? അവര് തീരുമാനിക്കില്ല അമ്മേ. നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അവര് മാറി താമസിച്ചാലേ ഇനിയൊരു പ്രശ്നം നടക്കാതിരിക്കൂ. അല്ല മക്കളെ, അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ചെലവിന് കാശ് വേണ്ടേ? അതൊക്കെ നടക്കും അമ്മേ. എന്തായാലും ഉടനെ ഒന്നും പറയാനല്ല ഞാൻ പറഞ്ഞത്. ആദ്യം രണ്ടുപേരും പഴയതുപോലെ ഒന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് ഞാൻ തന്നെ അവരോട് സംസാരിക്കാം. ശരി മക്കളെ, അങ്ങനെ ചെയ്യാം. അമ്മേ, എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ശരി മക്കളെ. എന്നാ പിന്നെ ഞാൻ നാളെ വിളിക്കാം അമ്മേ. ആ ശരി. എന്താ അമ്മേ? എന്താ? ഭരത്തും അരുന്ധതിയും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്ന നല്ലതെന്നാ ഭാവന പറയുന്നത്. സൂര്യമോന്റെ അഭിപ്രായമാണത്രേ. അമ്മേ, അതിപ്പോ പ്രശ്നമാവത്തില്ലേ? അവർക്ക് വേറെ കാര്യമായിട്ട് വരുമാനമൊന്നും ആയിട്ടില്ലല്ലോ. എന്തെങ്കിലും മനസ്സിൽ കാണാതെ ഭാവന ഇങ്ങനൊരു അഭിപ്രായം പറയത്തില്ലല്ലോ മോളെ. ആ, ഒരു കണക്കിന് അതാ നല്ലതെന്നാ എനിക്കും തോന്നുന്നേ. എനിക്കങ്ങനെ
പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ലമ്മേ. സേതുവിനോടുകൂടി പറഞ്ഞു നോക്കാം. സേതു എതിരൊന്നും പറയത്തില്ല. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാ ഭാവന പറഞ്ഞത്. എന്തായാലും സൂര്യ പറഞ്ഞതല്ലേ, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമേ. നമ്മളാരും സംസാരിക്കണ്ട, ഭാവന തന്നെ അവരോട് സംസാരിച്ചോളെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അതാ അമ്മേ നല്ലത്. ഞങ്ങൾ പറഞ്ഞ ചിലപ്പോൾ സംസാരം നടക്കും. ഇല്ലെങ്കിലും അവരോട് നീയും സേതു ഒന്നും പറയാൻ പോകണ്ട. ഇനി എന്തിനാ വെറുതെ അടുത്തൊരു സംസാരം? അമ്മ പറയുന്ന പോലെ ചെയ്യാം. എവിടെയാണെങ്കിലും അവർ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. അമ്മേ, അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനും സേതുവേട്ടനും ഇവിടുന്ന് മാറിക്കൊടുക്കാം. ആടി, ആ നീ ചുമ്മാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കാതെ നോക്ക്. നീയോ ഭാവനയോ ഇല്ലാതെ ഞാനൊരിടത്തും കഴിയത്തില്ല. ആ അതെനിക്കറിയാം അമ്മേ. അല്ലെങ്കിൽ തന്നെ ഞാൻ എവിടെ ആയാലും അമ്മ എന്നോടൊപ്പം വേണം. എന്നിട്ടാണോ നീ മാറാന്ന് പറഞ്ഞേ? എന്നിട്ടാണോ നീ മാറണോന്ന് പറഞ്ഞേ? ഭാവനയുടെ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല. ജയനിർമ്മലയുടെ അസുഖത്തിന്റെ 99% ഭേദമായി കഴിഞ്ഞു. ആന്റി, എന്റെ മോള് അസുഖം ഭേദമായെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വിശ്വാസമായി സ്വാമിജി. എന്നാലും സ്വാമിജിയിൽ നിന്നും കേട്ടപ്പോ വളരെ സന്തോഷമായി. ഇതൊരു മിറാക്കിൾ തന്നെയാണ് സ്വാമി. സത്യം പറഞ്ഞാല് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. റിപ്പോർട്ടും സ്കാനിംഗ് ഫിലിമും കണ്ടപ്പോ തന്നെ ആന്റിക്ക് ഇനി ഒരു പ്രശ്നമില്ലെന്ന് മനസ്സിലായി സ്വാമിജി. ഞാനത് ഇവിടെ ആരോടും വ്യക്തമാക്കില്ലെന്നേ ഉള്ളൂ. എങ്കിലും എന്നോടെങ്കിലും എനിക്ക് പറയായിരുന്നു. ഭാവന എന്നോട് ഇവിടെ വന്നപ്പോ തന്നെ സൂചിപ്പിച്ചിരുന്നു. എന്നാലും മനസ്സിലൊരു പേടിയുണ്ടാവുമല്ലോ. ആന്റിയുടെ മുഖത്തെ ഈ സന്തോഷ സ്വാമിജി ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ ഈശ്വരാധീനം ഒന്നു മാത്രമാണ് ജയനിർമ്മലയ്ക്ക് ഇത്രയും വേഗം ഈ അസുഖം ഭേദമാകുന്നതിന്റെ കാരണം. സൂര്യപ്രഭയുടെ ചരിത്രത്തിൽ ഇത് രണ്ടാമത്തെ മിറക്കിളാണ്. 2 വർഷത്തിനു മുമ്പ് ഇതേ അസുഖമായി ഒരു യുവാവ് വന്നിരുന്നു. 1 വർഷത്തെ ട്രീറ്റ്മെന്റാണ് ഞാൻ അയാൾക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ആ പേഷ്യന്റ് കിട്ടിയ മനോധൈര്യത്തിന്റെ പുറത്ത് 4 മാസം തികയുന്നതിന് മുമ്പ് അയാൾ നോർമലായി. അവിടെ അയാളെ രക്ഷിച്ചത് അയാൾ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുടെ സാമീപ്യവും പരിചരണവുമായിരുന്നു. ശരിയാണ് സ്വാമിജി, ഇവിടെയും എന്നെ രക്ഷിച്ചത് എന്റെ പ്രതീക്ഷകളാ. സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ കാണണമെന്നുള്ള എന്റെ ചിന്തയും. പിന്നെ ഭാവന മോൾക്ക് എന്നോടുള്ള കരുതലും. അത് കുറച്ചൊന്നുമല്ല എന്നെ സന്തോഷിപ്പിച്ചത്. സത്യമാണ് ജയനിർമ്മല, ഈശ്വര ചെയ്തതിനുള്ള വീടാണിത്. അതുപോലെ തന്നെയാണ് ദാ ഇവിടെ വന്നു കയറിയ മരുമകളും. എന്തായാലും ഞാൻ തന്നിട്ടുള്ള കഷായവും ടാബ്ലറ്റും ഒന്നും മുടക്കം വരുത്തണ്ട. അത് കഴിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങണ്ടേ? എനിക്കൊരു ദീർഘദൂര യാത്ര പോകാനുണ്ട്. ആയിക്കോട്ടെ സ്വാമി, ഞങ്ങള് അങ്ങോട്ട് വന്ന് കണ്ടോളാം. ആയിക്കോട്ടെ, എന്നാ ശരി. ശരി. ആന്റി, അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? എന്താന്ന് നിനക്കറിയില്ലേ? അരുന്ധതിയെ ഭാവനിച്ച് വിളിച്ചോണ്ട് പോയതാണോ? അതെ, അത് തന്നെയാ. നീ എന്താ എന്നോട് പറഞ്ഞത്? ഭരത്തിനെയും അരുന്ധതിയെയും തമ്മിൽ വേർപിരിക്കാന്നല്ലേ? എന്നിട്ടിപ്പോ സംഭവിച്ചതോ?
അതിന് ഇവിടെ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ അറിഞ്ഞു അമ്മേ. അമ്മ കണ്ടതല്ലേ, അരുന്ധതി എന്നെ തല്ലിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതെ, നിനക്ക് കഴിവില്ലാഞ്ഞിട്ട്. വേണ്ട, ഇനി നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. അതെ, മര്യാദയ്ക്ക് ഞാൻ തന്ന കാശും ആഭരണങ്ങളും ആ ആധാരവും എനിക്ക് തിരിച്ചു തരണം. എന്താമ്മേ, അത് ഞാൻ തിരിച്ചു തരാനോ? ആ അതെ, നിനക്ക് ഈ വീടും തരത്തില്ല, ഒരു ചില്ലി കാശും തരത്തില്ല. സോറി അമ്മേ. അരുന്ധതി ഭാവനേച്ചിയോടൊപ്പം പോയത് എന്റെ കഴിവുകേടുണ്ടല്ല, അമ്മയുടെ കഴിവുകേടുകൊണ്ടാ. നോക്ക്, നിന്നോട് വാദിച്ച് ജയിക്കാനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. മര്യാദയ്ക്ക് എന്റെ കാശും ആഭരണം എടുക്ക്. എന്നെ കൊന്നാലും ഞാനത് തരില്ല. അമ്മ പറഞ്ഞിട്ടാ ഞാൻ മായേച്ചിയോട് മോശമായിട്ട് സംസാരിച്ചത്. എന്നിട്ടിപ്പോ എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നോ? എന്നാ പിന്നെ ഞാനതൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ.